ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അന്തരീക്ഷ പാളികൾ എന്ന ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ തുടർച്ചയാണ്. മെസോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്നും 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന പാളി. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളിയാണ് മീസോപാസ്നെ. ഏറ്റവും കുറഞ്ഞ താപനില മീസോപാസിൽ അനുഭവപ്പെടുന്നു. നോക്ടിലുസെന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് മീസോസ്ഫിയർ. ഇവിടെ ഉയരം കൂടുന്നത് അനുസരിച്ച് താപനില കുറയുന്നു. സൗരയൂഥത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്ന ശിലാശകലങ്ങളും മറ്റും കത്തിത്തീരുന്ന അന്തരീക്ഷ ഭാഗമാണിത്. ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന പാളിയായി മെസോസ്ഫിയർ നിലനിൽക്കുന്നു. തെർമോസ്ഫിയർ മീസോസ്ഫിയറിന് തൊട്ടുമുകളിലും എക്സോസ്ഫിയറിന് തൊട്ട് താഴെയുമായി കാണപ്പെടുന്ന പാളി. ഏകദേശം 85 കിലോമീറ്റർ മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നു. ഉയർന്ന ഊർജ്ജമുള്ള സൗരവികിരണങ്ങളുടെ പ്രവർത്തനഫലമായി അന്തരീക്ഷ വാതകങ്ങൾ ഈ മേഖലയിൽ വൈദ്യുത ചാർജുള്ള കണികകൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഏകദേശം 100 കിലോമീറ്റർ മുകളിൽ ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷത്തിന്റെ രാസഘടനയിലും മാറ്റം വരുന്നു. ഈ ഭാഗത്തെ ഹെറ്ററോസ്ഫിയർ അഥവാ അന്തരീക്ഷത്തിന്റെ ഉപരിപാളി എന്ന് വിളിക്കുന്നു. ഹെറോസ്ഫിയറിന്റെ ഏറ്റവും താഴ്ന്ന പാളിയായ തെർമോസ്ഫിയർ ആയിരക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി കൂടിയാണിത്. അയണോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണിത്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് ഈ പാളിയിലൂടെയാണ്. ഉയരം ഏകദേശം 80 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് അയണോസ്ഫിയർ. എക്സോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 700 കിലോമീറ്റർ കാണപ്പെടുന്ന ഈ ഭാഗം ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ പകുതി ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്നു. ബഹിരാകാശത്തിന്റെ തുടക്കമാണ് എക്സോസ്ഫിയർ. ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ മൂലക തന്മാത്രകളെയാണ് ഇവിടെ കൂടുതലായി കണ്ടുവരുന്നത്. അതുപോലെ ആറ്റങ്ങളും തന്മാത്രകളും ഇവിടെ വളരെ അകന്നാണ് കാണപ്പെടുന്നത്. ഈ കാരണത്താൽ ഈ ഭാഗത്തെ അന്തരീക്ഷം വാതക സ്വഭാവം പൂർണ്ണമായി കാണിക്കുന്നില്ല. അതിനാൽ വളരെ ദൂരം പരസ്പരം കൂട്ടിമുട്ടാതെ സഞ്ചരിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു. സൂര്യന്റെ തീക്ഷ്ണത കുറഞ്ഞ സമയങ്ങളിൽ ഈ ഭാഗം ബഹിരാകാശത്തിലേക്ക് കൂടുതൽ വ്യാപിക്കുന്നു. ബഹിരാകാശ വാഹനങ്ങളുടെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയങ്ങളുടെയും സഞ്ചാരപഥം എക്സോസ്ഫിയറിന്റെ മധ്യഭാഗം മുതൽ മുകൾ ഭാഗം വരെയുള്ള മേഖലകളിലാണ്.